ബി പോസിറ്റീവ്. എല്ലാവരും എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. നമ്മളെപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് പറയാറുണ്ട്, അവർ എപ്പോഴും പോസിറ്റീവാണ്, അവർക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ട് എന്നൊക്കെ. നല്ല പോസിറ്റീവായ സ്ഥലം എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് അങ്ങനെ പറയുമെങ്കിലും എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആകേണ്ടത്? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എപ്പോഴും പോസിറ്റീവായിരിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. എന്താണ് പോസിറ്റീവ് ആവുകയെന്നാൽ, നമുക്ക് സന്തോഷം തരുന്ന ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ പോസിറ്റീവ് ആകുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രം കൊണ്ട് നമുക്ക് പോസിറ്റീവ് ആവാൻ സാധിക്കില്ല. നമ്മുടെ ഉള്ളിൽ ഏത് കാര്യം ചിന്തിച്ചാലും ആ ചിന്തയുടെ ഊർജമാണ് നമുക്ക് ചുറ്റും പരക്കുക. നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം തരും. നമ്മൾ ആലോചിക്കുന്നത് ദുഃഖത്തിൻ്റെയും ആശങ്കയുടെയും വേദനയുടെയും കാര്യങ്ങളാണെങ്കിലോ ആ ചിന്തകൾ നമ്മളെ വേദനിപ്പിക്കും. അത് ആദ്യം വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. ആ ഊർജം നമ്മളുള്ള അന്തരീക്ഷത്തിലേക്കും ചുറ്റുമുള്ള ആളുകളിലേക്കും വളരെ സ്വാഭാവികമായി എത്തിച്ചേരും. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചിന്തകൾക്ക് അഥവാ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളെയും നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെയും സ്വാധീനിക്കാൻ കഴിയും എന്നതാണ്. നമ്മൾ സന്തോഷകരമായ ഒരു കാര്യം കേട്ട ശേഷം അതേ സന്തോഷത്തോടെ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ കൂടെയുള്ളവർ ചോദിക്കും, എന്താണ്, നല്ല മൂഡിലാണല്ലോ എന്നൊക്കെ. നമ്മൾ വിഷമിച്ച് വേദനയിൽ കഴിയുമ്പോൾ കൂടെയുള്ളവർ ചിലപ്പോൾ പറയും, നല്ല ദിവസമായി ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ എന്ന്. അപ്പോൾ നമ്മൾ ഓക്കെ ആവാൻ ശ്രമിക്കും. ഇനി നമ്മൾ ദേഷ്യത്തിലാണെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കുമോ എന്ന് വിചാരിച്ച് മറ്റുള്ളവർ നമ്മുടെ അടുക്കൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെയെല്ലാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ കാര്യങ്ങളെല്ലാം ആദ്യം ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ ആ വാർത്ത കേട്ട് നല്ല മൂഡായപ്പോഴാണ് ചുറ്റുമുള്ളവർ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിച്ചത്. നമ്മൾ വേദനിച്ചിരുന്നപ്പോഴാണ് മറ്റുള്ളവർക്കും ദുഃഖമുണ്ടായത്. നമുക്ക് ദേഷ്യം വന്നപ്പോഴോ ചുറ്റുമുള്ളവർ നമ്മുടെ അടുത്ത് നിന്നും മാറി നിന്നു. ഇപ്പോൾ എല്ലാത്തിൻ്റെയും എപ്പിക് സെന്റർ അല്ലെങ്കിൽ ഒരു പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ചിന്തകൾക്ക് ഇത്രയും ശക്തിയുണ്ടോ? നമ്മൾ പറയാറില്ലേ, നമ്മൾ മാറുമ്പോൾ ലോകം മാറുമെന്ന്. ഇതിനുദാഹരണമായി ഒരു കഥ പറയാൻ സാധിക്കും. ഒരിക്കലൊരു കഴുത തൻ്റെ യജമാനനോടൊപ്പം നടക്കുമ്പോൾ കിണറ്റിൽ വീണു. കഴുത ഉറക്കെ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. വയസ്സൻ കഴുതയായതിനാൽ കഴുതയെ ജീവനോടെ കിണറ്റിൽ മൂടാൻ തന്നെ യജമാനൻ തീരുമാനിച്ചു. അതിനായി അയൽപ്പക്കക്കാരെയും വിളിച്ചു. എല്ലാവരും ചേർന്ന് കിണറ്റിൽ മണ്ണിട്ട് മൂടാൻ തുടങ്ങി. ഇതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന കഴുത കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത നിമിഷം കരച്ചിൽ അവസാനിപ്പിച്ച് തൻ്റെ മേൽ വീണുകൊണ്ടിരുന്ന മണ്ണ് കുടഞ്ഞു കളഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ മുകളിൽ നിന്നും വീണുകൊണ്ടിരുന്ന മണ്ണ് ഒരു മൺകൂനയായി മാറിയപ്പോൾ കഴുത അതിനു മുകളിൽ കയറി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം മാർഗം ആലോചിക്കാൻ കഴുതയ്ക്ക് സാധിച്ചപ്പോൾ ആ പടുകുഴിയിൽ നിന്നും രക്ഷപ്പെടാനും കഴിഞ്ഞു. അപ്പോൾ വേദനിക്കുന്ന ചിന്തകളുടെ പടുകുഴിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് നല്ല ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക എന്നതാണ്. അപ്പോൾ ബി പോസിറ്റീവ് എന്നാൽ അർത്ഥം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നമുക്കുള്ളിൽ തന്നെ ഉണ്ടാവുക എന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചിന്തകളുടെ ശക്തിയെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാനുള്ള ഒരു ശക്തമായ ആയുധം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അത് നമ്മുടെ ചിന്തകളാണ്. ഇതാണോ ഇത്ര വലിയ കാര്യമെന്നല്ലേ? സത്യം പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഈ വലിയ കാര്യം ആരും അത്ര കാര്യമാക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ വലിയ കാര്യത്തെ മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്ന് നോക്കാം. അതിനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്തയെന്ന് ശ്രദ്ധിക്കുക. വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ എന്നോട് തന്നെ ചോദിക്കണം, എനിക്കിപ്പോൾ ഈ ചിന്തകളുടെ ആവശ്യമുണ്ടോ എന്ന്. വേദനിപ്പിക്കുന്ന ചിന്തകളാണോ എൻ്റേത് എങ്കിൽ തീർച്ചയായും ആ ചിന്തകൾക്ക് മാറ്റം വരുത്തണം. നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു കൊച്ചു കാര്യമാണിത്. ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ ഇതൊരു ശീലമായി മാറും. ഇങ്ങനെയുള്ള ചിന്തകൾ മാറ്റിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ട്. ചിന്തകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നീട് വന്നു ചേരുന്നത്. കാരണം ചിന്തകൾക്ക് സൃഷ്ടി നടത്താനുള്ള അതിശയകരമായ കഴിവുണ്ട്. അത്രയും ഊർജം ഓരോ ചിന്തയ്ക്കുമുണ്ട്. അത് പുറത്തു നിന്നും വരുന്നതല്ല, നമ്മുടെ തന്നെ ഊർജമാണ് ആ ചിന്തകളിൽ നിറയുക. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ആളാണെങ്കിൽ സന്തോഷിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും.
ഇനി നിങ്ങൾ എപ്പോഴും ദുഃഖകരമായ ചിന്തകളിലാണ് കഴിയുന്നതെങ്കിൽ ദുഃഖിക്കാനുള്ള നിരവധി സാഹചര്യങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേരും. ജീവിതത്തിന്റെ ഈ രീതിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചിന്തകളുടെ അപാരമായ ഈ ശക്തി അറിയാതെ നമുക്ക് തോന്നിയതെല്ലാം ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സത്യത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കൊറോണ പോലെയുള്ള രോഗങ്ങൾ തടയുന്നതിനായി നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ചെയ്യാറുണ്ട്. അതായത് കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക, കൈകളിൽ രോഗാണുക്കളില്ല എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് രോഗം വരുന്നത് തടയും. അതുപോലെ നമ്മുടെ മനസ്സിനും ഒരു ബ്രേക്ക് ദ ചെയിൻ കൊടുക്കേണ്ടതുണ്ട്. കാരണം മനസ്സിനും ഒരു വൃത്തിയാക്കൽ ആവശ്യമുണ്ട്. എന്തിനാണ് മനസ്സിന് ബ്രേക്ക് ദ ചെയിൻ? ഒരേപോലെയുള്ള ചിന്തകൾ നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ അറിയാതെ അതേപോലെയുള്ള ഒരു ഭാവി നമുക്ക് മുന്നിൽ സൃഷ്ടിക്കപ്പെടും. ഈ ചിന്തകളാണ് യാഥാർത്ഥ്യമായി മാറുന്നത്. നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ നമ്മുടെ തന്നെ ഭാവിയെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സ്വാഭാവികമായി തന്നെ പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതേക്കുറിച്ച് ബോധവാന്മാരല്ലെന്ന് മാത്രം. യഥാർത്ഥത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കാത്ത ഭാവിയാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ചിന്തകളിൽ കഴിയുമ്പോൾ വേദനയും ദുഃഖവും നിറഞ്ഞ ഭാവി തന്നെയായിരിക്കും നമുക്കുണ്ടാവുക. ഇനി നേരെ തിരിച്ച് നമ്മളെപ്പോഴും സന്തോഷത്തിൻ്റെ ചിന്തകളിലാണ് എങ്കിൽ നമ്മൾ സന്തോഷം നിറഞ്ഞ ഭാവി തന്നെയാകും നിർമ്മിച്ചെടുക്കുക. ചിന്തകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളുടെ ഇതുവരെയുള്ള ഫ്ലോ അഥവാ ഒഴുക്ക് മാറുന്നു. ഇതുവരെ വിഷമകരമായ ടെൻഷനുള്ള ചിന്തകളാണ് നമ്മുടേതെങ്കിൽ ചിന്തകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ പുതിയ ചിന്ത കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ വിഷമം പിടിച്ച ചിന്തകൾക്ക് പകരം നല്ല കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ചിന്തകൾ എനിക്കിപ്പോൾ നല്ലതല്ല, ഞാനത് മാറ്റാം എന്ന് മനസ്സിനോട് പറയുമ്പോൾ തീർച്ചയായും മനസ്സ് നല്ല കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങും. ശ്രദ്ധ കൊടുക്കുക എന്ന ഒരു ചെറിയ കാര്യം മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ചിന്തകൾ ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ആവുന്നു. അതിനുശേഷം നമുക്ക് കൂടുതൽ സന്തോഷം തരുന്ന ഒരു ചിന്ത പകരം വയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ് ഇക്കാര്യം. സാധാരണ രീതിയിൽ നമ്മൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചുമായിരിക്കും കൂടുതൽ ചിന്തിക്കുക. അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കൂടിക്കൂടി അവ നമുക്ക് വിഷമകരമായ മറ്റൊരു ഭാവി സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ യാഥാർത്ഥ്യമായി മാറുമെന്ന് ചുരുക്കം. എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ യാഥാർത്ഥ്യമായി മാറുന്നത്? ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ഉപബോധ മനസ്സും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇവ രണ്ടും ഒരേ ഫ്രീക്വൻസിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടവസ്ഥകളാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വായിച്ചെടുക്കേണ്ട വളരെ സൂക്ഷ്മമായ എന്നാൽ ലളിതമായ ഒരു കാര്യം. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മളുണ്ടാക്കുന്ന ചിന്തകളിലൂടെ നമ്മുടെ തന്നെ ഒരു ഹോളോഗ്രാം അല്ലെങ്കിൽ സുതാര്യമായ ഒരു രൂപം ഈ പ്രകൃതിയിൽ ഓരോ നിമിഷവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ ചിത്രങ്ങളെ പ്രപഞ്ചം തിരിച്ചറിയുന്നുമുണ്ട്. അപ്പോൾ പ്രപഞ്ചം അഥവാ പ്രകൃതി, അതിനോട് ചേരുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ എല്ലാം നമുക്ക് മുന്നിലെത്തിക്കും. ഒന്നുകൂടി ചിന്തിച്ചാൽ ഒരേപോലെയുള്ള ഊർജങ്ങൾ ഒരുമിച്ച് ചേരുക എന്ന കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. വിഷമത്തിന്റെ ചിന്തകൾ നമുക്കുണ്ടാവുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മളെ തേടി വരും. അങ്ങനെയുള്ള വ്യക്തികൾ എത്തിച്ചേരും. നമ്മുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് നിർമ്മിച്ചെടുക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ചിന്തകൾ ബ്രേക്ക് ചെയ്യേണ്ടത് ആവശ്യമായി വരുന്നത്. ഇനി തിരിച്ച് നല്ല ചിന്തകളാണ് നിങ്ങളുടേതെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ചുറ്റും സന്തോഷമുള്ള സാഹചര്യം വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു വലിയ രഹസ്യം നമ്മൾ തിരിച്ചറിയും. ജീവിതത്തിന്റെ ചുക്കാൻ നമ്മുടെ മാത്രം കയ്യിലാണ് എന്ന കാര്യം മനസ്സിലുണ്ടായാൽ മതി. ജീവിതത്തിലെ ആകസ്മികമായ പല വിഷമസന്ധികൾ വരുമ്പോഴും അത്തരത്തിലുള്ള ഒരു മനസ്സിലാക്കൽ ഉണ്ടെങ്കിൽ ആ വിഷമഘട്ടങ്ങളെയും നല്ല കാഴ്ചപ്പാടോടുകൂടി തന്നെ നേരിടാൻ സാധിക്കും. ഇനി മനസ്സിലാക്കേണ്ടത് ചിന്തകൾ എവിടെ നിന്നു വരുന്നു എന്നതാണ്. ചിന്തകളുടെ ഉറവിടം ഏതാണ്? ചിന്തകൾ ഉണ്ടാവുന്നത് മനസ്സിലാണ്. മനസ്സിന്റെ ജോലി ചിന്തിക്കുക എന്നതാണ്. മനസ്സ് ജിന്നിനെ പോലെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സൊരു കുതിരയാണ്, അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാറില്ലേ? ശരിയാണ്.
മനസ്സ് ഒരു കുതിരയെപ്പോലെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കും. മനസ്സിനെ പിടിച്ചു നിർത്താനോ അതിൻ്റെ ഓട്ടത്തിന് കടിഞ്ഞാണിടാനോ സാധിക്കില്ല. ശരിയാണ്, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ മനസ്സിൻ്റെ ഗതി തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കും. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ആ ചിന്തകൾ നമുക്ക് വേണ്ട എങ്കിൽ പകരം മറ്റൊരു ചിന്ത കൊണ്ടുവരിക. ചിലപ്പോൾ മനസ്സ് വീണ്ടും വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോയേക്കാം. നമ്മളെ ഏറെ വേദനിപ്പിച്ച കാര്യങ്ങളാകാം അത്. അപ്പോൾ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ മനസ്സിന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നീ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സ് തീർച്ചയായും അത് അനുസരിക്കും. ഉള്ളിൽ നിന്നുള്ള ആ ശബ്ദം തിരുത്തുന്ന ആ ശക്തി മനസ്സ് തീർച്ചയായും അംഗീകരിക്കും. അപ്പോൾ മനസ്സ് പുതിയ വഴിയിലേക്ക് സഞ്ചരിക്കും. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ആലോചിക്കുന്ന നല്ല കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളും ഈ പ്രപഞ്ചം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കും എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മനസ്സും പ്രപഞ്ചവും തമ്മിലുള്ള ഗൂഢമായ ബന്ധം. ഈ ബന്ധം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത് മറ്റാർക്കും കണ്ടെത്തി തരാൻ സാധിക്കില്ല. നമ്മൾ നല്ല രീതിയിൽ നിരീക്ഷിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേപടി നടക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറില്ലേ? പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ആ പ്രത്യേക ബന്ധത്തിൻ്റെ പ്രത്യക്ഷമായ തെളിവാണിത്. ആ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യം വരുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തതയുണ്ടാകും. എങ്ങനെയാണ് നല്ല ചിന്തകൾ കൊണ്ടുവരേണ്ടത്? നമ്മൾ മറ്റൊരാളുടെ കുറവുകളെക്കുറിച്ചാണ് ചിന്തിച്ചതെങ്കിൽ മനഃപൂർവ്വം അത് നിർത്തുക. ഇനി സങ്കടകരമായ ചിന്തകളാണെങ്കിൽ മനസ്സിനോട് പറയണം, വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും വേദനയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന്. വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരിക്കാം അത്. അവിടെ നിന്ന് മാറാൻ കഴിയുന്നില്ലെങ്കിൽ ആ അനുഭവത്തിൽ നിന്നും നിങ്ങൾ പഠിച്ച പാഠം എന്താണെന്ന് ആലോചിക്കുക. ആ പാഠം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തകളെ ശ്രദ്ധിക്കുന്നതും അവയെ വഴിതിരിച്ചു വിടുന്നതും പതിയെ നമ്മുടെ ശീലമായി മാറും. അങ്ങനെ ആവുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം മോശമായതിൽ നിന്നും മാറി നിൽക്കാനും ശ്രദ്ധ വേണം. അങ്ങനെ ചിന്തകളുടെ ട്രെയിൻ യാത്ര തുടരും. പക്ഷേ നമ്മൾ ഇടയ്ക്കിടെ യാത്ര നിർത്തിവെച്ച് നമുക്ക് ദോഷം വരുത്തുന്ന എല്ലാത്തിനെയും എടുത്ത് മാറ്റി യാത്ര തുടരുക. അപ്പോൾ ജീവിതയാത്ര കൂടുതൽ സുഗമമായി മാറുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പോസിറ്റീവ് ആവുക എന്നാൽ നമുക്ക് അറിയാത്ത കാര്യമല്ലല്ലോ, നമുക്ക് ആയിത്തീരാൻ കഴിയുന്ന കാര്യമാണത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തോന്നുകയാണ്, നമ്മളും ഒന്ന് പോസിറ്റീവ് ആയാലോ എന്ന്. ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ മുതൽ നിങ്ങൾ പോസിറ്റീവ് തന്നെയാണ്.